എടീ, ഇന്നലെ നമ്മൾ ഒ.പിയിൽ കണ്ട ഒരു ചേട്ടനില്ലേ? ആ ചേട്ടനില്ലേ കരൾ രോഗ? ഇത്ര ചെറുപ്പത്തിലോ? ചിലപ്പോ വെള്ളമടിച്ചിട്ടായിരിക്കും. ഈ കരൾ രോഗങ്ങളുടെ കാരണം മദ്യം മാത്രമാണോ? ഇന്ന് മദ്യമല്ലാത്ത കാരണങ്ങളാൽ കരളിന് ക്ഷതമേൽക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇതിനെ നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വിളിക്കുന്നു. കരളിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതാണ് ഈ രോഗത്തിന്റെ ആദ്യഘട്ടം. ഫാറ്റി ചേഞ്ചസ് എന്ന് വിളിക്കുന്ന ഇത് പലപ്പോഴും സ്കാനിങ്ങിലൂടെ കണ്ടെത്തുന്നതാണ്. ഈ അവസ്ഥ അപകടകരമല്ലെങ്കിലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അടുത്ത ഘട്ടത്തിൽ കരളിൽ വീക്കവും രോഗം മൂർച്ഛിക്കുമ്പോൾ കരൾ ചുരുങ്ങുകയും സിറോസിസ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ആർക്കാണ് ഈ രോഗസാധ്യത? ജീവിതശൈലി മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ, തെറ്റായ ഭക്ഷണ രീതികൾ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ എന്നിവയുള്ളവർക്ക് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഇനി ഇതെങ്ങനെ പ്രതിരോധിക്കാം? കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക, ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവ ധാരാളം ഉൾപ്പെടുത്തുക, സോഫ്റ്റ് ഡ്രിങ്ക്സുകളുടെ ഉപയോഗം കുറയ്ക്കുക. അതോടൊപ്പം വ്യായാമം ജീവിതത്തിന്റെ ഭാഗമാക്കുക, ശരീരഭാരം, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക. അപ്പം ഇനി ആരെങ്കിലും വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നല്ല വ്യായാമം, നല്ല ഭക്ഷണം എന്ന് ധൈര്യമായി പറയാം അല്ലേ?